അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് വെള്ളയപ്പം അഥവാ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണിത്. തേങ്ങയോ ഈസ്റ്റോ അതുപോലെ കപ്പി കാച്ചുകയോ ഒന്നും ചെയ്യാതെ അരികൊക്കെ ലേസ് പോലെ ഇരിക്കുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള വെള്ളയപ്പമാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കണം. അതിലേക്ക് നമ്മൾ 2 കപ്പിന് 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിന് ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 കപ്പ് എടുക്കുമ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം ഉഴുന്ന് ചേർക്കരുത്. അപ്പോൾ ദോശമാവിൻ്റെ ഒരു കണ്ടീഷനിലാണ് വരിക. അതുപോലെ പുളിയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 4-5 മണിക്കൂർ നന്നായിട്ട് കുതിർത്തതിന് ശേഷം കഴുകി അരച്ചെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് വേറെ തേങ്ങയോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ കപ്പി കാച്ചൊന്നുമില്ല. ഇത് അല്പം ചോറ് കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം. അരിയും ഉഴുന്നും ഇവിടെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് കഴുകിയതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ദോശമാവിനേക്കാളും കുറച്ചുകൂടി കട്ടിയിലാണ് അരച്ചെടുക്കേണ്ടത്. മാവ് അധികം ലൂസായി പോകരുത്. എന്നാൽ ഇഡ്ഡലി മാവിൻ്റെ ഒന്നും അത്ര കട്ടിയും വേണ്ട. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചോറ് കൂടി ചേർത്തരയ്ക്കാം. ചോറ് ഒരുപാട് കൂടുതൽ ഇട്ട് പോകരുത്. 1/2 കപ്പ് മാത്രം ചേർത്താൽ മതിയാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ള് അപ്പക്കാരം അഥവാ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചോറ് കൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. ചോറ് ഒരിക്കലും കൂടുതലായി പോകരുത്. ചോറ് കൂടുതലായി കഴിഞ്ഞാൽ അപ്പം ശരിയാവുകയില്ല. ചിലപ്പോൾ കല്ലുമ്മേ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് ചോറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കാം. ഈ മാവ് നന്നായിട്ട് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ദോശമാവിനേക്കാളും കുറച്ചുകൂടി കട്ടിയിലാണ് ഇത് അരച്ച് വെച്ചിരിക്കുന്നത്. കാലത്തുണ്ടാക്കാനാണെങ്കിൽ രാത്രി ഒരു 9 മണി 10 മണിക്കൊക്കെ അരച്ച് വെച്ചാൽ മതിയാവും. കാലത്ത് ഉണ്ടാക്കുന്ന ടൈം ആകുമ്പോഴേക്കും ഇത് മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മാവ് പൊങ്ങി വന്നതിന് ശേഷം കാലത്ത് നമുക്കിത് ഉണ്ടാക്കി നോക്കാം. ഉഴുന്ന് ചേർത്തതാണെങ്കിലും ഇതിനൊട്ടും പുളിയൊന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിരിക്കും. ഈ അരച്ചു വെച്ച മാവ് ഇതാ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ വെള്ളപ്പം റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതാ വെന്തിട്ട് 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊഴിച്ചതിന് ശേഷം ഒന്ന് തീ കുറച്ച് വെക്കണം. അതിനുശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇങ്ങനെ 2 സൈഡും ലേസ് പോലെ മൊരിഞ്ഞ് വരണം. നടുഭാഗം പൊന്തിയിട്ട് വയ്ക്കണം. അങ്ങനെയാണ് വരേണ്ടത്. നമ്മുടെ വെള്ളപ്പം ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നു.